ഇന്ന് കോടിക്കണക്കിന് മനുഷ്യർ ജീവിക്കുന്നു, ഇനി ജീവിക്കേണ്ടതായിട്ടുണ്ട്. അവരിൽ നിന്ന് ലോകത്ത് ഏറ്റവും വ്യത്യസ്തനായ ഒരു മനുഷ്യൻ ജനിച്ചു, ജീവിച്ചു, പ്രവർത്തിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇന്ന് ജീവിക്കുന്നു. അതാണ് ഈ സ്റ്റാറിന്റെ സന്ദേശം. അതെ, ലോകത്തെ ഏറ്റവും വ്യത്യസ്തനായിട്ട് അദ്ദേഹം ജനിച്ചെന്ന് പറയാൻ കാരണം അദ്ദേഹം ജനിക്കുന്നതിന് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ എല്ലാവരുടെയും മതഗ്രന്ഥങ്ങൾ പറയുന്നു മനുഷ്യർ ജന്മം കൊണ്ട് കർമ്മം കൊണ്ട് പാപികളാണ്. ഈ പാപികളെ വിമോചകനായിരിക്കുന്ന ഒരു രക്ഷകൻ, ദൈവമായിരിക്കുന്നവൻ മനുഷ്യരായി ഭൂമിയിൽ 2000 വർഷങ്ങൾക്ക് മുമ്പേ ഈ സംഭവിച്ച കാര്യം അതിനും സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ നൂറ്റാണ്ടുകളായി പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്തുകൊണ്ടേയിരുന്നു. യേശു ഭൂമിയിൽ വരുന്നതിന് ഏകദേശം 800 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം തോളിലേക്കും, അവൻ അത്ഭുതമന്ത്രി, വീരനാ ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് വിളിക്കപ്പെടും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അതെ, ജനിക്കുന്നതിന് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ നൂറ്റാണ്ടുകളായി തലമുറയായി ഒരു വിമോചകൻ, ഒരു രക്ഷകൻ ലോകത്ത് കടന്നു വരുമെന്ന് പറഞ്ഞു. ആ പറഞ്ഞതുപോലെ തന്നെ സമയത്തിന്റെ പൂർത്തീകരണത്തിൽ പറഞ്ഞ അതേ രാജ്യത്ത്, പറഞ്ഞ അതേ സ്ഥലത്ത്, ഏറ്റവും ഒരു സാധാരണ കുടുംബത്തിൽ അദ്ദേഹം വന്നു. എന്നിട്ട് ലോകത്ത് ഒരു മനുഷ്യൻ ജീവിച്ചിട്ടില്ലാത്ത രീതിയിൽ ഏറ്റവും പവിത്രമായ ജീവിതം നയിച്ചു. ഏറ്റവും പവിത്രമായ ജീവിതമാണെന്ന് പറയാൻ കാരണം മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി അദ്ദേഹം ക്രൂശിക്കപ്പെടുന്നതിന് മുന്നോടിയായിട്ട് 3 കോടതിയിൽ 5 പ്രാവശ്യം വിസ്തരിച്ചിട്ട് അന്നത്തെ റോമ ഗവർണറായിരിക്കുന്ന പീലാത്തോസ് ഇങ്ങനെ പറഞ്ഞു, തന്റെ സൈന്യാധിപനോട് പറഞ്ഞ ഒരു പാത്രം വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. ആ വെള്ളത്തിൽ തന്റെ കരങ്ങൾ കഴുകിയിട്ട് അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഈ മനുഷ്യനിൽ യാതൊരു കുറ്റവും കാണുന്നില്ല. അതെ, ഒരു കുറ്റവും ഇല്ലാത്തവനായി ലോകത്തെ ഏറ്റവും വ്യത്യസ്തനായിട്ട് ജീവിച്ചു. അതുകൊണ്ടാണ് ഒരു കുറ്റവും ഇല്ലാത്തവനായിരിക്കണം മനുഷ്യന്റെ രക്ഷകൻ, മനുഷ്യന്റെ ദൈവം. അപ്പോൾ ഏറ്റവും പവിത്രമായ ജീവൻ നയിച്ചു. പിന്നെയോ അതുകൂടാതെ ലോകം ഒരു മനുഷ്യന് ചെയ്തിട്ടില്ലാത്ത മഹാവീര്യ പ്രവൃത്തികൾ, അത്ഭുത പ്രവൃത്തികൾ, മാരക രോഗികളെ സൗഖ്യമാക്കി. അന്ന് മരുന്നില്ലാത്ത രോഗമായിരുന്നു കുഷ്ഠരോഗം പിടിക്കപ്പെട്ടവൻ, ഇന്നലെ വരെ ഭാര്യയോടും മക്കളോടും കഴിഞ്ഞവൻ. പിന്നെ കുഷ്ഠത്തിൻ്റെതാകുന്ന സാന്നിധ്യം വന്നു കഴിഞ്ഞാൽ അവൻ വേറിട്ട് ജീവിക്കണം. കാരണം അത് പകർച്ചവ്യാധിയാണ്. അത് വന്നു കഴിഞ്ഞാൽ ശരീരത്തിലെ പല അവയവങ്ങളും അഴുകി അവൻ മരണപ്പെടുവാനായിട്ടിടയായിത്തീരും. അപ്പൊ അങ്ങനെ എത്രയോ കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി. അതുപോലെ തന്നെ രക്തസ്രാവക്കാരിയായി അനേക വൈദ്യന്മാരാൽ സൗഖ്യമാക്കാൻ കഴിയാത്ത 12 വർഷം